ഓം ശാന്തി. ഓറ ചാർജ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു കമൻട്രി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെ ചാർജ് ആക്കാനതായിട്ടുള്ള വിധികൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി ഒന്നും തന്നെ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി, അഥവാ നമ്മളെപ്പോഴും ചാർജ്ഡ് ആയിട്ട് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി ഏത് വിദ്യ നമുക്ക് നമ്മുടെ സ്വന്തമാക്കാം. പലരും എന്നോട് ചോദിച്ചിരുന്നു, താന്ത്രിക വിദ്യ, അതിനേക്കാൾ ഉപരിയായി പറഞ്ഞാൽ ദുർമന്ത്രവാദം, ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടോ, അതൊക്കെ ഫലിക്കുമോ, നമുക്ക് ഉള്ളതാണോ എന്നൊക്കെ പലരും ചോദിച്ചു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മനുഷ്യൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തിക്ക് ഒരു മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റും എന്ന് വരെ ഞാൻ വായിച്ചിട്ടുണ്ട് ബുക്കിൽ. സങ്കല്പം കൊണ്ട് രോഗത്തിനെ ഇല്ലാതാക്കാൻ പറ്റും, രോഗത്തിനെ ഉണ്ടാക്കാനും പറ്റും. സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ ആ യോഗിയാകുന്ന പരമഹംസ യോഗാനന്ദ മുകുന്ദനായിരുന്ന സമയത്തുള്ള കുട്ടിക്കാലത്ത് ചേച്ചിയുടെ കൈമ ഒരു മരുന്ന് പരട്ടണ കണ്ടപ്പോൾ എനിക്ക് ആ മരുന്ന് പരട്ടണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയോട് പറയും, നിൻ്റെ കൈമ അങ്ങനെ കുരുവൊന്നും ഇല്ലല്ലോ പരട്ടാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ്റെ കൈമ ആ കുരു വന്നു എന്നും നോക്കി ഇവനെന്തോ ഒരു ദുർമന്ത്രവാദിയാണോ, നോക്ക് കൈമ കുരു വരുത്തി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ദുർമന്ത്രവാദമല്ല, സങ്കല്പത്തിൻ്റെ ശക്തി. സങ്കല്പത്തിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് ഊർജ്ജമാണ്. ആ ഊർജ്ജം പോസിറ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള എനർജി അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിരന്തരമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജിയുടെ പ്രവാഹം ചില ആളുകൾ ചില ചെടികളെ തൊട്ടാലൊക്കെ നന്നായി പൂത്ത് നിൽക്കുന്ന ചെടി നോക്കിയിട്ടൊന്ന് തൊട്ടിട്ട് ഹാ എന്ത് ഭംഗിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ചെടി കരിഞ്ഞു പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. ഞാൻ കേൾക്കുക മാത്രമല്ല, ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ പലർക്കും പല രീതിയിലുള്ളതായിരിക്കുന്ന പല അവസ്ഥകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണ് തട്ടുന്ന ഏതോ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ദൃഷ്ടിദോഷം ഏൽക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള. ഇതൊക്കെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജിയുടെ പ്രഭാവം കൊണ്ടാണ്. ഇനി ചില ആളുകൾക്ക് അസൂയ ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ദുർമന്ത്രവാദം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അസൂയ. ഒരു കൂട്ടം ആളുകളുടെ മനസ്സിൽ നിന്ന് അസൂയയുടെ സങ്കല്പം ഉണ്ടാകുമ്പോൾ അത്രയും നെഗറ്റീവ് എനർജി നമുക്ക് വരുന്നു. ആ എനർജി എങ്ങനെയാണോ ലൈറ്റ് ഇട്ടാൽ പ്രകാശം വരുന്നത്, ലൈറ്റ് ഓഫ് ചെയ്താൽ അവിടുത്തെ ഇരുട്ട് വരുന്നത്, ഇൻ ദ സെയിം വേ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ട് എനർജി നിറയ്ക്കുമ്പോൾ അവിടെ പ്രകാശം നിറയുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ എനർജി നഷ്ടമാകുമ്പോൾ നമ്മുടെ ഓറ ചാർജ് അല്ലാണ്ടാവുന്നു. ഇതാണ് സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് പറഞ്ഞാൽ സംഭവിക്കുന്നത്. പോസിറ്റീവ് എനർജി മീൻസ് പ്രകാശമാണ്, നെഗറ്റീവ് എനർജി എന്ന് വെച്ചാൽ അർത്ഥം അവിടെ ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓറേനെ പവർഫുള്ളാക്കി മാറ്റാൻ, പോസിറ്റീവാക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പവർഫുള്ളായിട്ട് ഓറ ചാർജ് ചെയ്ത ശേഷവും നിരന്തരമായിട്ട് ആളുകളുമായിട്ടുള്ള സംഘത്തിൽ വരുമ്പോൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഇത്രയ്ക്ക് ദൂരയ്ക്കൊക്കെ നമ്മുടെ ഓറേൻ്റെ പ്രഭാവം നോർമലി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആളുകളുമായിട്ടുള്ള ഇടപഴകൽ വരുന്ന സമയത്ത് ആ ഊർജം മറ്റുള്ളവരുടെ നെഗറ്റീവ് തോട്ട്സും ടെൻഷനും ഇന്നത്തെ മനുഷ്യന്മാരുടെ ജീവിതം ഒന്ന് നോക്കിയേ. ഒന്നല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് രാവിലെ ഒരു ടെൻഷനാണെങ്കിൽ ഉച്ചയ്ക്കൊന്ന്, വൈകുന്നേരം ഒന്ന്, രാത്രി ഒന്ന്, ഉറക്കം കിടക്കുമ്പോൾ ഉറക്കം വരാത്തതിൻ്റെ ടെൻഷൻ, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഉറക്കം മതിയാവാത്തതിൻ്റെ ടെൻഷൻ, എറ്റ്സെട്ര എറ്റ്സെട്ര. എപ്പോഴും നമുക്ക് ടെൻഷൻ ഇല്ലാത്തൊരു സമയമുള്ളത്. അതുകൊണ്ട് ടെൻഷൻ എന്ന് വെച്ചാൽ അർത്ഥം നെഗറ്റീവ് തോട്ട്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യന്മാരുടെയും ഓറ വീക്കായിരിക്കും. അപ്പം ഞാൻ എൻ്റെ എനർജി ലെവൽ, എൻ്റെ ഓറ പവർഫുള്ളാക്കിയ ശേഷം ആളുകളുമായിട്ടുള്ള ഇടപഴകൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഓറയിൽ നിന്ന് എനർജി മറ്റു ഭാഗത്തേക്ക് വലിച്ചെടുക്കപ്പെടുക തന്നെ ചെയ്യും. ഇൻ ദ സെയിം വേ നമ്മുടെ ഓറ വീക്കായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മുടെ ബാറ്ററി അഥവാ നമ്മുടെ ഓറ ചാർജാക്കി വെക്കാനും അത് ലോക്കാക്കി വെക്കാനുള്ളതായിരിക്കുന്ന വിദ്യയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓറ ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു മെഡിറ്റേഷൻ വിത്ത് കമൻട്രി BK ഷീബ അതിൽ നിങ്ങൾ അപ്ലോഡ് നോക്കിയാൽ ഫസ്റ്റിലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഓറ ചാർജ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ആ ഓറേനെ ലോക്ക് ചെയ്യേണ്ടത് എങ്ങനെ, എസ്പെഷ്യലി നമുക്ക് ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ ഈ നമ്മുടെ ചക്രങ്ങളുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ആത്മാവിൻ്റെ ശക്തി എന്നുള്ള ഒരു ഗുണവും നമ്മുടെ ശരീരത്തിലെ മൂലധാര ചക്രവും, പ്യൂരിറ്റി അഥവാ പവിത്രത, സത്യതയുടെ ശക്തിയും നമ്മുടെ സ്വാധിഷ്ഠാന ചക്രവും, ആത്മാവിലെ സുഖം അഥവാ കരുണ എന്നതായിരിക്കുന്ന വാല്യൂ മൂല്യവും നമ്മുടെ നാഭീചക്രവും, സ്നേഹവും ഹൃദയചക്രവും, ശാന്തിയും നമ്മുടെ ത്രോട്ട് ചക്രവും, അതുപോലെ തന്നെ ജ്ഞാനവും നമ്മുടെ ആജ്ഞാചക്രവും, ആനന്ദവും സഹസ്രാരപത്മവും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞതായിരിക്കുന്ന തോട്ട്സിൽ ഏത് ടൈപ്പ് തോട്ട് പോസിറ്റീവ് വരുന്നു ആ ചക്രം ആക്റ്റീവ് ആകും, ഏത് ടൈപ്പ് തോട്ട് നെഗറ്റീവ് വരുന്നു ആ ചക്രം ഇനാക്റ്റീവ് ആകും. മീൻസ് അതിൻ്റെ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകുന്ന അർത്ഥം.
അപ്പം അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് നോക്കി നോക്കിയേ, ഒരു സൂര്യപ്രകാശത്തിൻ്റെ കിരണത്തിലെ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ അതിൽ 7 വർണ്ണങ്ങളായിട്ട് കടന്നു പോകുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് വെള്ള വെളിച്ചല്ലേ കാണുന്നത്. അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഊർജം ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഊർജവും അത് ഈ ശരീരത്തിലെ ഓരോരോ കർത്തവ്യങ്ങൾക്ക് ആധാരമായിക്കൊണ്ട് അതിൽ 7 ഗുണങ്ങളെ 7 ചക്രങ്ങളിലേക്ക് അതിൻ്റെ എനർജീനെ സ്പ്രെഡ് ചെയ്യുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം ഓട്ടോമാറ്റിക്കലി നമ്മളെ ചാർജ് ചെയ്യുകയാണ്. എസ്പെഷ്യലി നമ്മൾ ആ തോട്ട് കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചക്രം വളരെയധികം ചാർജ്ഡ് ആവും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചാർജ്ഡ് ആയിട്ട് ആ ഓറയിലുള്ളിൽ നിൽക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുക, നമ്മുടെ ഓറ മാക്സിമം ചാർജ് ആവുന്നത് നിങ്ങളുടെ സങ്കല്പധാരയുടെ ആധാരത്തിലാണ്. അപ്പോൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഫീൽ ചെയ്യുകയാണ്, എൻ്റെ ആത്മാവിൻ്റെ ഊർജ്ജം അഥവാ ഞാനാകുന്ന ആത്മാവിൻ്റെ ഊർജ്ജം ഈ ശരീരത്തിൽ മുഴുവൻ പരന്ന് എനിക്ക് ചുറ്റും വലിയൊരു പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലം ഫീൽ ചെയ്യുക. അത് ബ്രൈറ്റ് വൈറ്റ് ആയിട്ട് കാണാൻ കഴിഞ്ഞാൽ ദ മോസ്റ്റ് ബെസ്റ്റാണ്. അഥവാ സപ്തവർണ്ണത്തിൽ മഴവില്ല് പോലെ കാണാം നമുക്ക്. അല്ലെങ്കിൽ ഏത് വർണ്ണമാണോ നിങ്ങൾക്ക് ഹൃദയചക്രമാണെങ്കിൽ പച്ച എന്ന വർണ്ണത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഏതിൻ്റെ കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അത് നിറയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ നമ്മുടെ ചുറ്റും ആ പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലം കണ്ട ശേഷം ലോക്കിംഗ് നമ്മുടെ സങ്കല്പം കൊണ്ടാണ് ലോക്ക് ചെയ്യുക. എന്നാലും നമുക്കതിനെ ഒരു സിമ്പിൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പവർഫുള്ളാക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ, ഒരു ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ വേണം, ഒരു ക്രോസ് ഉണ്ടായിരിക്കണം, അവിടെയാണ് നമുക്ക് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സങ്കല്പങ്ങൾ കൊണ്ട് നമ്മുടെ ഓറയിൽ ആ 2 ലൈനും നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഒന്ന് ഇങ്ങനെ ഈ ലെവലിൽ നേരെ താഴത്തേക്ക് അറ്റം വരെ വരയ്ക്കണമെന്നില്ല, കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ സങ്കല്പം കൊണ്ട് കാലിൻ്റെ പെരുവരലിൻ്റെയും താഴത്തേക്ക് ആ ഓറ എത്ര താഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ടോ അത്ര ലെവലിൽ. അതേപോലെ തന്നെ ഇടതുഭാഗത്തുനിന്ന് തുടങ്ങി വലതുഭാഗത്ത് വരെ ഈ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുമ്പോഴും അത് ഇങ്ങനെ എത്ര ദൂരം വരെ നമ്മുടെ ഓറ നമ്മൾ കാണുന്നോ അത്ര വരെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്രോസ് ലൈൻ നമ്മൾ കാണുക. എന്നിട്ട് ആ ക്രോസ് ലൈനിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണക്കാക്കിക്കൊണ്ട് കൈകൾ കൂപ്പി പിടിച്ച് സങ്കല്പിക്കുക ഭഗവാന്റെ അടുത്ത്, ഈശ്വര അങ്ങയുടെ ശക്തി കൊണ്ട് ഞാൻ എൻ്റെ ഓറയെ ക്രോസ് ചെയ്തിരിക്കുന്നു, ഞാൻ ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനി എൻ്റെ അനുമതി കൂടാതെ ഒരു ഊർജ്ജവും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനും പാടില്ല, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനും പാടില്ല എന്ന് ഉറപ്പിച്ച് സങ്കല്പിച്ച് നമ്മുടെ കൈകളെ വിടർത്തിയ ശേഷം അത് 2 നന്നായി കൂട്ടിത്തിരുമ്പി നമ്മുടെ കണ്ണിൽ വെച്ച് തലയിലൂടെ ഇങ്ങനെയാക്കി ശരീരത്തിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് എനർജി നിറയുന്നതായിട്ട് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ, ഏത് സ്ഥലത്ത് വേണമെങ്കിൽ പോയിക്കോളൂ, ഏത് തലത്തിൽ വേണമെങ്കിൽ പോയിക്കോ, ഒരു എനർജിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇത് ബ്ലാക്ക് മാജിക്കിൽ നിന്ന് നമ്മൾ സ്വയം രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന നമ്പർ 1 ടെക്നിക്ക് കൂടിയാണിത്. ഒന്നുകിൽ നമുക്ക് ഈ ലെവലിലും ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ നേരെയാവാം. സൈക്കിളിലൊക്കെ കണ്ടിട്ടില്ലേ റൗണ്ടിൽ വന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇൻ ദ സെയിം വേ ഇവിടെ തുടങ്ങുക, സഹസ്രാര പത്മത്തിന് ആരംഭിക്കുക. സങ്കല്പങ്ങൾ കൊണ്ട് നമുക്ക് ചുറ്റും നമ്മുടെ ഓരോ ചുറ്റും വലിയൊരു റൗണ്ട് വരയ്ക്കുന്ന പോലെ കാണുക. അത് ഈ പോയിന്റിൽ വന്നു സൈക്കിൾ ലോക്ക് പോലെ ക്ലോസ് ആയി. സങ്കല്പിക്കുന്ന 2 കൈകളെ കൂട്ടി ഇവിടെയാക്കുക. സങ്കല്പത്തിലൂടെ പറയുക, ഭഗവാനെ ഞാൻ എൻ്റെ ഓറയെ ഇവിടെ വെച്ച് ലോക്ക് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത്. എന്നിട്ട് ആ എനർജി 2 ലോക്കാണെന്നുള്ള സങ്കല്പം കൊണ്ട് കൈ 2 ക്ലോസ്. ഇനി നിങ്ങളുടെ അനുമതി ഇല്ലാതെ അതിനെ ഓപ്പൺ ആക്കാൻ ആർക്കും പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം കണ്ണുകളിൽ വെച്ച് ശരീരത്തിൽ മുഴുവനാക്കി ഫ്രീ ആക്കാം നമുക്ക്. അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ ഓറ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയ ശേഷം മെഡിറ്റേറ്റ് ചെയ്ത് എനർജി നിറച്ച് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എനർജി തിരിച്ചു വരുമ്പോഴേക്കും ക്ഷീണിച്ചു പോയി എനർജിയൊക്കെ നഷ്ടമായി എന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. കണ്ണ് തട്ടുക എന്നുള്ളതായിട്ടുള്ള ദോഷം നമുക്ക് സംഭവിക്കില്ല. പിന്നെ ബ്ലാക്ക് മാജിക്കിങ്ങുള്ളതായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളെ സ്പർശിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ നമ്മളെ പവർഫുള്ളാക്കാം. അതിനുള്ള ടെക്നിക്കാണ് നമ്മുടെ ഓറ ലോക്ക് ചെയ്യാൻ അഥവാ ദുർമന്ത്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന ബ്ലാക്ക് മാജിക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടെക്നിക്കാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്, സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ടാണ് ലോക്ക്, സമർപ്പണമാണ് അതിൻ്റെ കീ. അതുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ പൂർണ്ണ സമർപ്പിച്ചുകൊണ്ട് സങ്കല്പം കൊണ്ട് ലോക്ക് ചെയ്താൽ അത് ലോക്കായിരിക്കും. എൻ്റെ സ്വന്തം അനുഭവമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളതൊന്ന് ചെയ്തു നോക്കണം. കൊച്ചു ടെക്നിക്കല്ലേ നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് സ്വയം ആരെടുത്തും നമ്മൾ പോയി തേടേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കണ്ടീഷൻ കൂടി, ഇത് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ഓറ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരിക്കണം. അതിനുള്ള ടെക്നിക്കാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് കഴിയുമെങ്കിൽ അടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോവുക. ഫ്രീ ഓഫ് കോസ്റ്റിൽ രാജയോഗ മെഡിറ്റേഷൻ നിങ്ങൾക്ക് പഠിക്കാം. പഠിച്ച് ആ മെഡിറ്റേഷൻ എന്ന മഹത്തായിരിക്കുന്ന കലയെ സ്വന്തമാക്കിയാൽ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളെല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും സുരക്ഷിതരാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.
ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.